ഒന്നാം ദിവസം ദൈവം വെളിച്ചം സൃഷ്ടിച്ചു. വെളിച്ചത്തെ പകലായും ഇരുളിനെ രാത്രിയായും വേർതിരിച്ചു. രണ്ടാം ദിവസം ദൈവം ആകാശവിതാനം സൃഷ്ടിച്ചു. മൂന്നാം ദിവസം ആകാശവിതാനത്തിന് താഴെയുണ്ടായിരുന്ന വെള്ളങ്ങൾ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഉണങ്ങിയ നിലത്തെ വേർതിരിച്ച് ഭൂമിയും സമുദ്രവും സൃഷ്ടിച്ചു. ഭൂമി സസ്യവൃക്ഷാദികൾ മുളപ്പിക്കട്ടെ എന്ന് കൽപ്പിച്ചു. നാലാം ദിവസം പകലിനും രാത്രിയുമായി പ്രകാശഗോളങ്ങൾ സൃഷ്ടിച്ചു. പകലിന് വലിപ്പം കൂടിയ വെളിച്ചവും രാത്രിക്ക് വലിപ്പം കുറഞ്ഞ വെളിച്ചവും നക്ഷത്രങ്ങളും സ്ഥാപിച്ചു. അഞ്ചാം ദിവസം സമുദ്രത്തിൽ ജീവജാലങ്ങളെയും ആകാശത്തിൽ പറവജാതികളെയും സൃഷ്ടിച്ചു. അവയോട് വർദ്ധിച്ചു പെരുകുവാൻ കൽപ്പിച്ചു. ആറാം ദിവസം ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ, മനുഷ്യന് മെരുക്കിയെടുക്കാവുന്ന മൃഗങ്ങൾ എന്നിവയെ സൃഷ്ടിച്ചു. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഏഴാം ദിവസം സൃഷ്ടികർമ്മങ്ങൾ പൂർത്തിയാക്കി വിശ്രമിച്ചു. ഈ ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. മുറിയുടെ ഉള്ളിൽ നിന്ന് ബഹളം കേട്ട വൈദികൻ പുറത്തിറങ്ങി. ചുറ്റും അക്രമികൾ, മാരകായുധങ്ങളുമായി ഒരു സംഘം തന്നെയുണ്ട്. എന്താണ് എന്ന് പോലും മനസ്സിലാകുന്നില്ല. മോഷ്ടാക്കളാണോ അതോ ഏറെ വലുത്? നിങ്ങൾ ആരാണ്? എന്താണ് വേണ്ടത്? സ്ഥലം മാറിപ്പോയോ? അന്താളിച്ചു നിന്ന വൈദികനോട് കൂടുതലൊന്നും പറയാൻ അവർ കൂട്ടാക്കിയില്ല. ഒരാൾ ആയുധമെടുത്തോങ്ങി. പെട്ടെന്ന് അയാൾ സ്തബ്ധനായിപ്പോയി. മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ് വൈദികൻ. അദ്ദേഹത്തിന്റെ നയനങ്ങൾ ആകാശത്തിലേക്ക് ഉയരുന്നു. ആ കണ്ണുകളിൽ ശാന്തഗംഭീരമായ തിളക്കം. അത് പതിയെ മങ്ങി. പിന്നെ വെളിച്ചമുണർന്നു. അതിലതാ ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം തെളിയുന്നു. അക്രമികളുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ ഓർന്നു വീണു. അവർ ആ ദൈവദാസന്റെ കാലുകളിൽ താണു വണങ്ങി. പശ്ചാത്താപ പരവശനായി അവരിലൊരാൾ പറഞ്ഞു, മാപ്പാക്കണം, ഞങ്ങൾ അങ്ങയെ കൊല്ലാനായി വന്നതാണ്. ഊർജ്ജസ്വലതയും അറിവും മനോധൈര്യവും അഗാധമായ ജ്ഞാനവും ആരെയും അമ്പരപ്പിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം. ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കി സന്യാസ ജീവിതത്തിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ച വ്യക്തി. തന്റെ 32ാമത്തെ വയസ്സിൽ വൈദികനായ വിശുദ്ധ ഗ്രിഗോറിയോസ് നൈസിയാൻസ് പുണ്യാളൻ. പരിശുദ്ധയായ കന്യാ മറിയത്തെ ആദ്യമായി ദൈവമാതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആ തിരുനാവിൽ നിന്നാണ്. ദൈവശാസ്ത്രജ്ഞൻ, ഭാവനാസമ്പന്നനായ കവി, മനുഷ്യഹൃദയങ്ങളെ നന്മയിലേക്ക് നയിച്ച വാഗ്മി, ഇതൊക്കെയായിരുന്നു വിശുദ്ധനായ ഗ്രിഗോറിയോസ് പുണ്യാളൻ. ക്രൈസ്തവർക്കെതിരെയുള്ള ഗൂഢാലോചനകൾ പ്രതിരോധിക്കുവാൻ അദ്ദേഹം ശക്തമായി പോരാടി. പണ്ഡിതോജ്വലവും ശക്തവുമായ ഇടപെടലുകളിലൂടെയാണ് പലപ്പോഴും അദ്ദേഹം സഭയെ രക്ഷിച്ചത്. ദൈവത്തെക്കുറിച്ച്, പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും യഥാർത്ഥമായ ജ്ഞാനം വിശ്വാസികൾക്ക് പകർന്നു നൽകി. സഹോദര സ്നേഹത്തിന്റെ ഉജ്ജ്വല മാതൃകയും പ്രയോക്താവുമായി മാറുകയായിരുന്നു ആ ദൈവദാസൻ. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അർഹതയുള്ളൂ. അദ്ദേഹം വിശ്വാസികളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ നിലാവെട്ടത്തിൽ അദ്ദേഹം നടന്നു. അവരെ കൂടെ നിർത്തി. ആഗാധമായ വ്യക്തിത്വത്തിന്റെ ഉടമ ജീവിതത്തിൽ ഉടനീളം ത്യാഗം പുലർത്തി. ക്രിസ്തുവിന് ശേഷം AD 330 റോമിലെ കപ്പത്തോച്ചിയയിലെ ആര്യൻസസ് എന്ന സ്ഥലത്ത് ജനിച്ച വിശുദ്ധൻ. AD 371 ആ മഹാമനുഷ്യൻ നൈസിയാൻസ് രൂപതയുടെ മെത്രാനായി ചുമതലയേൽക്കുകയായിരുന്നു. കരപ്പൻ രോഗം നാട്ടിൽ പടർന്നു കയറുകയാണ്. ആളുകൾ പൊറുതിമുട്ടുന്ന സാഹചര്യം. ഒന്നിനും പരിഹാരം തരുവാൻ സാധിക്കുന്നില്ല. വിശ്വാസികൾ മുട്ടിന്മേൽ നീന്തി പ്രാർത്ഥിക്കുകയാണ്. നാടിനെയാകെ വലച്ച മഹാരോഗം. അതിന് വിശ്വാസം അവസാനം പരിഹാരമായി. ആളുകളുടെ രോഗം അത്ഭുതകരമായി മാറും. വിശുദ്ധന്റെ തിരുസന്നിധിയിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ മനുഷ്യരുടെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന കാഴ്ച.
നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യരാക്കപ്പെട്ടിരിക്കുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ പള്ളികളുടെ പടികൾ കയറി ആറ്റുനോറ്റിരുന്ന് അനേകർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഉപകാര സ്മരണയോടെ പടിയിറങ്ങിയ ദമ്പതികൾ പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധനായ പുണ്യാളന്റെ പേരാണ് നൽകിയത്. നമ്മൾ ശതാബ്ദിയൊക്കെ ആഘോഷിക്കുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ചരിത്രമുള്ള ഒരു ജനതയാണ് നമ്മൾ. നമുക്ക് 100 വർഷത്തെ ചരിത്രം മാത്രമല്ല, നമ്മൾ മാർത്തോമ നസ്രാണികൾ എന്നുള്ള നിലയിൽ 2000 വർഷങ്ങൾക്കപ്പുറത്തെ ചരിത്രം പേറുന്ന ഒരു വലിയ സഭാ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ള ഒരു വലിയ അഭിമാനബോധം നമ്മളെല്ലാവരെയും നയിക്കണം. ചരിത്രത്തെക്കുറിച്ചുള്ള അഭിമാനമാണ് ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് നിലകൊള്ളാനുമെല്ലാം നമ്മളെ എന്നും സഹായിക്കുന്നത്. നമ്മുടെ ഇടവകകള് വിശ്വാസം പ്രഘോഷിക്കാനും അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും എല്ലാം എന്നും നിലനിൽക്കണം. ഇടവകകൾ ദുർബലമാകുമ്പോൾ സുവിശേഷ പ്രവർത്തനമാണ് ദുർബലമായിട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഇടവക സമൂഹം ശക്തമായിട്ട് നിൽക്കണം. എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ ശതാബ്ദിയൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ച് പ്രത്യേകം ചിന്തിക്കണമെന്നുള്ളതാണ്. അതിരമ്പുഴയിലെ ശ്രീകണ്ഠമംഗലം ഗ്രാമത്തിന് പൊന്നരഞ്ഞാണമായി ഒരു തോടൊഴുകുന്നുണ്ട്, പെണ്ണാർ തോട്. ഇവിടുത്തെ വ്യാപാര വിപണനത്തിന്റെയും പ്രാദേശിക വികസനത്തിന്റെയും ഹൃദയസാക്ഷിയാണ് പെണ്ണാർ തോടിന്റെ ജലമനസ്. മൺപാത്രങ്ങൾ, കന്നുകാലികൾ, പച്ചക്കറി എന്നിവയ്ക്ക് പേരുകേട്ട വ്യാപാര കേന്ദ്രമായിരുന്നു അതിരമ്പുഴ. ചന്തക്കടവുമായി ബന്ധപ്പെട്ട് ഉപജീവനമാർഗം തേടിയിരുന്ന ഗ്രാമീണ കർഷകരും ചെറുകിട കച്ചവടക്കാരും ചുമട്ടു തൊഴിലാളികളും അടങ്ങുന്ന ഭൂരിഭാഗം ആളുകൾ ആ ഗ്രാമത്തിൽ നിന്നുള്ളവരായി. അതിരമ്പുഴ പള്ളിയുടെ ഭാഗമായിരുന്ന ഇവർ തങ്ങൾക്ക് സ്വന്തമായി ഒരു പള്ളി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. കച്ചവടക്കാരനായ ചക്കാലക്കൽ കൊച്ചൗസെപ്പ് നേർച്ചയുടെ ഭാഗമായി ഒരു സമർപ്പണം നടത്തി. മണ്ണാർകുന്നിൽ 1 ഏക്കർ 26 സെന്റ് സ്ഥലം ദേവാലയം നിർമ്മിക്കാനായി വിട്ടു നൽകുകയായിരുന്നു. 1924 അങ്ങനെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് അതിരമ്പുഴ സാക്ഷ്യം വഹിച്ചു. മണ്ണാർകുന്ന് ദൈവത്തിന്റെ ആലയമായി മാറുവാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. പക്ഷേ രാജഭരണമാണ്, വെറുതെ ഒരു പള്ളിയൊന്നും പണിയാനാകില്ല. കടമ്പകളേറെയുണ്ട്. മഹാരാജാവിന്റെ അനുവാദം വാങ്ങണം. ഭരിക്കുന്നത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. മഹാരാജാവിനെ മുഖം കാണിച്ച് കാര്യമുണർത്തിക്കുവാനായി തിരുവനന്തപുരത്ത് പോകും. നിയോഗം ലഭിച്ചതു വൈദികനായ ഫാദർ സെബാസ്റ്റ്യൻ കുളംകുത്തിയിൽ. വസ്തുതാ അന്വേഷണത്തിനായി രാജാവിന്റെ പ്രതിനിധി ഉദ്യോഗസ്ഥനായി എത്തി. അയൽക്കാരുമായി താമസിക്കുന്നവർക്ക് എതിർപ്പുണ്ടാകാൻ പാടില്ല. ഹൈന്ദവ കുടുംബങ്ങളാണെന്ന് ചുറ്റും. മുട്ടത്തിൽ, അറയ്ക്കൽ തുടങ്ങിയ തറവാടുകൾ. ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല, നല്ല കാര്യമല്ലേ പള്ളി വരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ രാജാവിന് റിപ്പോർട്ട് കൊടുത്തു. പള്ളി പണിയാനുള്ള അനുവാദം രാജാവിൽ നിന്നും തുല്യം ചേർത്തി കിട്ടിയപ്പോ മണ്ണാർകുന്ന് മാത്രമല്ല, അതിരമ്പുഴയിലെ ഭക്തജനങ്ങൾ ഒന്നടങ്കം ഹൃദയത്തിൽ കുരിശു വരിച്ചു. സാധാരണക്കാരായ വിശ്വാസികളുടെ ഹൃദയത്തിൽ മുട്ടിട്ട ആ ചെറു സ്വപ്നം ചിറകുമുളച്ച് ഭക്തിയുടെ ആകാശത്തിൽ വിശ്വാസത്തിന്റെ നക്ഷത്രമായി ഉദിച്ചു. 1924 മെയ് 1, 1099 മേടം 18 ദൈവനാമത്തിൽ പള്ളിക്ക് ശിലയിട്ടതെന്നാണ്. അതിരമ്പുഴ പള്ളിയുടെ വികാരി ഫാദർ തോമസ് മരുതുകുന്നേൽ ആ കർമ്മം നിർവഹിച്ചപ്പോൾ പ്രാർത്ഥനയോടെ കൂടി നിന്ന ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളെ ചാരിതാർത്ഥ്യത്തിന്റെ നിറവിലേക്ക് അത് കൈപിടിച്ചുയർത്തി. വിശുദ്ധ ഗ്രിഗോറിയോസ് പുണ്യാളൻ ഇടവകയിലൊന്നാകെ അനുഗ്രഹത്തിന്റെ പൂത്തിരി കത്തിച്ചു. 1-ാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളാണ് ഇന്നും. പൈസയില്ല, ഒരിടത്തും പട്ടിണിയാണ്. ലോകം മൊത്തം പ്രതിസന്ധികൾ മാത്രം. മദ്ഗബയുടെ തറ മാത്രം പൂർത്തിയായി. പള്ളി നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. അതിഭയങ്കരമായ കാറ്റിലും കോളിലും പെട്ടൊരു പായ്ക്കപ്പൽ കടലിൽ ആടിയുലയുന്നു. അതിൽ ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ച് രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ. ക്രിസ്തുദേവന്റെ അനുഗ്രഹം ആ ദൈവദാസനിൽ ചൊരിയപ്പെട്ടു. ദിശ തെറ്റി ആടിയുലയുന്ന പായ്ക്കപ്പൽ ശാന്തമായി ഒഴുകാൻ തുടങ്ങി. ദൈവാനുഗ്രഹത്തിന്റെ മറ്റൊരത്ഭുതം പോലെ. ആ വൈദികൻ മറ്റാരുമായിരുന്നില്ല, വിശുദ്ധ ഗ്രിഗോറിയോസ് പുണ്യാളൻ. ദൈവസന്നിധിയിലേക്ക് പടികേറുന്ന ഇടവേളകളിൽ വിശുദ്ധ പുണ്യാളൻ തന്റെ ജീവിതം അക്ഷരങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഈശോ മിശിഹായോടുള്ള അധമ്യമായ ഇഷ്ടത്തിനൊപ്പം കാവ്യരചനയിലും
അദ്ദേഹം ആനന്ദം കണ്ടെത്തി. 2000 വരികളുള്ള ആത്മകഥാപരമായ ഒരു കാവ്യ പുസ്തകം. വിശുദ്ധ ഗ്രിഗോറിയോസ് പുണ്യാളൻ തന്റെ ജീവചരിത്രം എഴുതിയത് അങ്ങനെയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയുന്ന ജീവിത അനുഭവങ്ങളായിരുന്നു ആ കാവ്യ പുസ്തകത്തിന്റെ അകമ്പൊരുൾ. ദൈവശാസ്ത്ര വിഷയത്തിൽ അഗാധമായ അറിവും അനുഭവവും സ്വായത്തമാക്കി അദ്ദേഹം വിശ്വാസികൾക്ക് പകർന്നു നൽകിയത് ഈശ്വരകാരുണ്യത്തിന്റെ പുതിയ ആകാശം. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്നതിന്റെ നാളുകളിൽ അദ്ദേഹം അവശനായിരുന്നുവെങ്കിലും മനസ്സിന്റെ ഇച്ഛാശക്തി അതിനെ അതിജീവിക്കുന്നതായിരുന്നു. വിശുദ്ധ ഗ്രിഗോറിയോസ് പുണ്യാളൻ ദൈവദത്തമായ തന്റെ തിരുകർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് AD 390 റോമിലെ അരിയൻസസിൽ വെച്ച് കർത്താവിൽ വിലയം പ്രാപിച്ചു. കുളംകുത്തിയിൽ ഫാദർ സെബാസ്റ്റ്യൻ വളരെ ഉത്സാഹവും ദൈവഭയവുമുള്ള വ്യക്തിയാണ്. താൻ നിയമിതനായപ്പോൾ തന്നെ അദ്ദേഹം തന്റെ ദൗത്യം ഏറ്റെടുത്തു. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് പള്ളിയുടെ നിർമ്മാണം. അതിന് തന്നാലാവും വിധം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഭക്തജനങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ച് പള്ളിയുടെ പണി വീണ്ടും പുനരാരംഭിക്കുന്നു. 1930. ആ കാലഘട്ടത്തിലാണ് സഹവികാരിയായ കല്ലൂപ്പറമ്പിൽ ഗ്രിഗോറിയസ് അച്ഛൻ തന്റെ പേരിന് കാരണഭൂതനായ വിശുദ്ധ ഗ്രിഗോറിയസ് തിരുമേനിയുടെ നാമത്തിൽ ആ പള്ളിക്ക് പേരിട്ടത്. വിശുദ്ധനായ പുണ്യാളന്റെ ജീവചരിത്രം മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തത് അദ്ദേഹമാണ്. അച്ഛന് വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ പൂർണ്ണകായ പ്രതിമ വേണം. അതിന് വലിയ ചെലവാണ് ഉണ്ടാകുന്നത്. ഫാദർ സെബാസ്റ്റ്യൻ കുളംകുത്തിയിൽ അത് നിർമ്മിച്ചത് സ്വന്തം ചെലവിലാണ്. ഒരു കപ്പേള മാത്രമായിരുന്ന മണ്ണാർക്കുന്ന് പള്ളി പുതുക്കിപ്പണിയുന്നത് 1965 ഫാദർ ജോസഫ് ഇത്തിപ്പറമ്പിൽ വികാരിയായിരുന്ന കാലത്താണ്. 1971 ജോസ് നിലത്തുമുക്കിൽ അച്ഛൻ പള്ളി വികാരിയായി. 1985 സ്ഥാനമേറ്റ ഫാദർ മാത്യു പുത്തൻപുരയാണ് പള്ളിയുടെ ആധുനിക മുഖത്തിന്റെ ശില്പി. 1994 വരെ ഇടവകയെ നയിച്ച് അദ്ദേഹം ശാരീരികമായ അസ്വസ്ഥതകൾക്കിടയിലും തന്റെ ദൗത്യം ദൈവദത്തമായി നിർവഹിച്ചു. വിപുലമായ പള്ളി കമ്മിറ്റി രൂപീകരിച്ചു. മാർ ജോസഫ് പവത്തിൽ പിതാവ് 1993 ജനുവരി 1 കൂദാശ നടത്തി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രോപ്പൊലിത്തയായ മാർ പവത്തിൽ പിതാവ് തന്നെയാണ് ഇതിന് തറക്കല്ലിട്ടത്. മണ്ണാർക്കുന്ന് ഇടവക 100ന്റെ നിറവിൽ ദൈവകൃപയുടെ 100 വർഷങ്ങള്. മണ്ണാർക്കുന്ന് ഇടവകയിലുണ്ടായിരുന്ന അനേകം ദൈവവിശ്വാസികളുടെ മനസ്സിൽ നിന്നുണ്ടായ ഒരു ആഗ്രഹമാണ് സ്വന്തമായൊരു ദേവാലയം. അതിരമ്പുഴയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ടും കുർബാനയ്ക്കുമായിട്ട് പോയിരുന്ന ദൈവവിശ്വാസികൾക്ക് സ്വന്തമായിട്ടൊരു ഇടവക എന്ന ആശയം ഉണ്ടാകുകയും 1924 മെയ് 1 അതിന് തറക്കല്ലിടുകയും ചെയ്തു. ഈ കല്ലിട്ടതിന്റെ 100 വർഷങ്ങളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇടവകയോടുള്ള കരുതലും സ്നേഹവും വിശ്വാസികളുടെ മനസ്സിൽ എക്കാലവും സ്മരിക്കപ്പെടുന്ന നിലയിലാണ് മാത്യു പുത്തൻപുര അച്ഛന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെട്ടത്. 1994 സ്ഥാനമൊഴിയുന്നതുവരെ മണ്ണാർക്കുന്നിന്റെ കുതിപ്പും കിതപ്പും അദ്ദേഹം തൊട്ടറിഞ്ഞു. തനിക്ക് ഈ പള്ളിയിൽ തന്നെ അന്തി ഉറങ്ങണം. അത് അച്ഛന്റെ ആഗ്രഹമായിരുന്നു. മോണ്ടളത്തിൽ തന്നെ ആ പുരോഹിത ശ്രേഷ്ഠനെ അടക്കം ചെയ്തു. 1994 ഫാദർ മാത്യു മുല്ലശ്ശേരി, ഫാദർ മാത്യു കളത്തിൽ, 1997-98 ഫാദർ അലക്സ് പാറപ്പുറം തങ്ങളുടെ സേവനത്തെ ദൈവവിളിയിൽ ചേർത്ത് നിർത്തി. 1999 പാറത്തറ അച്ഛൻ സ്വതന്ത്ര വികാരിയായി ചുമതലയേറ്റു. മുൻവശത്തെ കുരിശടിയും സെമിത്തേരിയുമെല്ലാം അച്ഛന്റെ കാലത്താണ് ഉണ്ടായത്. 2007 ഫാദർ അലക്സ് പാലമറ്റത്തിൽ വികാരിയായി വന്ന സമയത്താണ് പാരിഷ് ഹാളിന്റെ പണി പൂർത്തീകരിച്ചത്. വെഞ്ചരിപ്പ് അന്ന് നടത്തി. അത് അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ്. പഴയത് പൊളിച്ച് മനോഹരമായി ഇപ്പോഴത്തെ പള്ളിമേട പണിതത് 2011 ഫാദർ ജോർജ് നൂഴായിത്തടം തന്റെ നിയോഗം ഭംഗിയായി നിറവേറ്റി. ആധുനിക ദേവാലയത്തിന്റെ സൂത്രധാരൻ 2014 ചുമതലയേറ്റ ഫാദർ സ്കറിയ ചൂരപ്പുഴയാണ്. ഇത് ഈ ദേവാലയത്തിന്റെ സുവർണ കാലമാണ്. ഇടവക രൂപീകരണം ഏത് പള്ളിയുടെയും കാതലായ മാറ്റമാണ്. ആദ്യ ചുവടുവെപ്പിൽ തന്നെ ഫാദർ അലക്സ് പാറപ്പുറം തന്റെ ദൗത്യം കമനീയമാക്കി. ദേവാലയം സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെടുക എന്നത് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? 2020 മെയ് 20 അത് സംഭവിച്ചു. മാനവരാശിയെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ കോവിഡ് അടച്ചിരിപ്പ് കാലത്ത് പള്ളി വികാരിയായി ഫാദർ എബ്രഹാം തർമ്മശ്ശേരി എത്തിയത് മറ്റൊരു നിയോഗം.
മണ്ണാറുന്ന ഇടവയ്ക്ക് ഭൂമി ദാനമായി നൽകിയവരുടെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു വിശുദ്ധ ഗ്രിഗോറിയോസിനെ ഈ പള്ളിയുടെ മധ്യസ്ഥനായിട്ട് നൽകുക എന്നുള്ളത്. അങ്ങനെ ഇറ്റലിയിൽ നിന്നാണ് നാം ഇപ്പോൾ കാണുന്ന വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ രൂപം ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. 100 വർഷത്തെ വിശ്വാസ പാരമ്പര്യം പേറുന്ന ഇടവക സമൂഹം, ദൈവകൃപയുടെ 100 വർഷങ്ങൾ. ഈ പുണ്യഭൂമിയിലായിരിക്കുവാൻ നമ്മളെ കരുത്തരാക്കിയ ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട്. ഫാദർ തോമസ് മരുതുകുന്നേൽ മുതൽ ഫാദർ സന്തോഷ് തർമ്മശ്ശേരി അച്ഛൻ വരെയുള്ള 30ഓളം ആത്മീയ ലയപാലകരായ വൈദികരുടെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും മുന്നിൽ നിറഞ്ഞ ഹൃദയത്തോടെ മാത്രമേ നമുക്ക് ശിരസ് നമിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പച്ച ആമ്പലുകളുടെ ജീവചൈതന്യം തുടിക്കുന്ന, സൂര്യപ്രകാശത്താൽ വിശുദ്ധി നേടിയ മീനച്ചിലാറിൽ നിന്നും ഒഴുകിയെത്തുന്ന നനുനനുത്ത ആ കാറ്റിന്റെ ലയവിന്യാസത്തിൽ ശ്രീകണ്ഠമംഗലം എന്ന കൊച്ചു ഗ്രാമം നിന്നു. അവിടുത്തെ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെ ഉയർത്ത മണ്ണാർകുന്ന് സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയം. അംശവടിയുടെ സ്നേഹക്കരുതലിൽ നാടിനെ കാക്കുന്ന, അശരണർക്കും ആലംബഹീനർക്കും ഉള്ളവനും ഇല്ലാത്തവനും ആനന്ദവും സന്തോഷവും നൽകുന്ന വിശുദ്ധ പുണ്യാണ്. ഇടവകപ്പള്ളിയുടെ ശതാബ്ദി നിറവിൽ ഒപ്പം സഞ്ചരിക്കാനും സന്തോഷിക്കാനും ഭാഗ്യം ലഭിച്ച നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ തളരുകയുമില്ല.